കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ICU പീഡനക്കേസിൽ അറ്റൻഡർ MM ശശീന്ദ്രനെ പിരിച്ചുവിട്ട നടപടിയിൽ സന്തോഷമെന്ന് അതിജീവിത. ഏറെ വൈകിയാണ് നീതി ലഭിച്ചത്. പൂർണ്ണമായും നീതി ലഭിച്ചെന്ന് കരുതുന്നില്ല. അതേസമയം ആരോഗ്യമന്ത്രി കൂടെയുണ്ടെന്ന് പറഞ്ഞെങ്കിലും പല ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. നിയമ പോരാട്ടം തുടരുമെന്നും അതിജീവിത പറഞ്ഞു. കേരളത്തിലെ ആരോഗ്യ സംവിധാനം തലകുനിച്ചു നിന്ന സംഭവങ്ങളായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാസങ്ങൾക്ക് മുൻപ് ഉണ്ടായത്. ICUയിൽ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയോട് അവിടെയുള്ള ഒരു ജീവനക്കാരൻ തന്നെ ഏറ്റവും മോശമായ രീതിയിൽ പെരുമാറിയിരിക്കുന്ന സംഭവം. അതിനുശേഷം ആ അതിജീവിത മാസങ്ങൾ നീണ്ട നിയമ പോരാട്ടം നടത്തി. അതിന് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ മാസങ്ങൾ നീണ്ടതിനു ശേഷമാണ് ഇപ്പോൾ നീതി ലഭിച്ചിരിക്കുന്നത്. അതിജീവിതയാണ് നമ്മോടൊപ്പം ഉള്ളത്. ഏറെ നിയമ പോരാട്ടം നടത്തി. അതിനുശേഷം വലിയ രീതിയിൽ സർക്കാരിനോട് പോലും ഇതിന്റെ പേരിൽ പോരാടേണ്ടി വന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നീതി ലഭിച്ചു എന്ന് തോന്നുന്നുണ്ടോ? നീതി പൂർണ്ണമായും ലഭിച്ചു എന്ന് കരുതുന്നില്ല. എന്നാലും ചെറിയ തോതിലുള്ള ഒരു വിജയം തന്നെയാണ്. അയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക എന്നുള്ളത് ഒരു ചെറിയൊരു സന്തോഷത്തിന് വക തന്നെയാണ്. അപ്പോൾ ഇനിയും ഇതുപോലെ തുടർച്ചയായിട്ട് തെറ്റ് ചെയ്തവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നീതിപൂർണമായ ഒരു പെരുമാറ്റം ഞാൻ പ്രതീക്ഷിക്കുന്നു. ആദ്യഘട്ടത്തിലൊക്കെ ഈ ജീവനക്കാരനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടായിരുന്നില്ലേ അവിടെ നിന്ന് അനുഭവിക്കേണ്ടി വന്നത്, നിങ്ങൾക്ക് നേരിടേണ്ടി വന്നത്? തീർച്ചയായിട്ടും എല്ലാ ഭാഗത്തു നിന്നും ഇപ്പോൾ ആരോഗ്യമന്ത്രി നമുക്ക് കൂടെയാണെന്ന് പറഞ്ഞിട്ട് പോലും അവർ അവിടെ നിന്ന് പലതരത്തിലുള്ള ഉത്തരവ് ഇറക്കിയിട്ടും മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തേക്ക് എത്തുമ്പോൾ അവിടെ അത് പ്രതിയെ സംരക്ഷിക്കാനുള്ള ഒരു നീക്കുപോക്ക് ഉണ്ടായിട്ടുണ്ട്. പലതരത്തിലും ഞങ്ങൾ അവിടെ എത്തുമ്പോൾ നമുക്ക് റിപ്പോർട്ട് തരാതിരിക്കലും, അതുപോലെ ഡോക്ടർ പ്രീതിയെ സംരക്ഷിക്കാനും, ഡോക്ടർ പ്രീതി തന്നെ എൻ്റെ റിപ്പോർട്ട് മാറ്റി എഴുതിയതും ഒക്കെ കാണുമ്പോൾ നമ്മൾക്ക് ചിന്തിക്കാമല്ലോ അവർ പ്രതിയെ സംരക്ഷിക്കാനുള്ളതാണെന്നുള്ള. ഇനി നടക്കാനുള്ളത് നിയമ പോരാട്ടമാണ്. നിയമത്തിൻ്റെ ഭാഗത്തു നിന്നും ഈ പ്രതിക്കെതിരെ കൃത്യമായൊരു ശിക്ഷ ലഭിക്കണമെന്ന് തന്നെയല്ലേ? തീർച്ചയായിട്ടും നിയമത്തിൽ എനിക്ക് വിശ്വാസമുണ്ടായി. നമുക്ക് എല്ലാവരും വിശ്വസിക്കുക അവസാന ഘട്ടം നിയമം തന്നെയാണല്ലോ. അപ്പം നിയമത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അവിടെ എനിക്ക് എന്തായാലും ഒരു വിജയം ഉണ്ടാകും തന്നെയാണ് പ്രതീക്ഷ. ഈ സംഭവം നടക്കുന്ന ആ ഒരു ദിവസത്തെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓർമ്മയും അതിൻ്റെ തെളിവ് സഹിതം നിങ്ങൾ പരാതിയും ഒക്കെ ആദ്യഘട്ടത്തിൽ തന്നെ നൽകിയിരുന്നില്ലേ? തീർച്ചയായിട്ടും അത് ഇപ്പോഴും ഞാൻ ഇന്നലെ കഴിഞ്ഞതുപോലെ ഓർക്കുന്നു. അത് നേരത്തെ നൗഷാദ് ചോദിച്ചതുപോലെ ആ ഡേറ്റും കാര്യങ്ങളും ഞാൻ പറഞ്ഞ അത് എൻ്റെ ജനനതീയതി എനിക്ക് മറന്നാലും ആ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അയാളെ ഞാൻ മെഡിക്കൽ കോളേജിൽ നിന്ന് കണ്ടു പ്രതിയെ. പക്ഷേ ആ കണ്ട നിമിഷം ഞാൻ അന്നത്തെ ഈ ഉണ്ടായ സംഭവത്തിൻ്റെ ആ ദിവസത്തിലേക്ക് ഞാൻ എത്തിപ്പോയി. അപ്പോൾ അത്രത്തോളം നമുക്ക് മനസ്സിന് ആഘാതം തട്ടിയ ഒരു ദിവസമാണ്. അപ്പോൾ അതെന്തായാലും ഒരിക്കലും മറക്കാൻ ശ്രമിച്ചാലും കഴിയില്ല. ആ ഒരു മെൻ്റൽ ട്രോമ ഇപ്പോഴും ഉണ്ടല്ലേ? ഏതെങ്കിലും തരത്തിൽ ആ പ്രതി പിന്നീട് സംസാരിക്കാനൊക്കെ ശ്രമിച്ചിരുന്നോ? ഇല്ല, അയാൾ ഇതുവരെ സംസാരിക്കാനൊന്നും വന്നിട്ടില്ല. പക്ഷേ ഞാനൊരു തവണ ഞാൻ കണ്ടിരുന്നു. പക്ഷേ സംസാരിക്കാനൊന്നും അയാൾ ശ്രമിച്ചിട്ടില്ല. എന്തായാലും അതിജീവിത പറയുന്നത് ഇതുകൊണ്ടൊന്നും നിയമ പോരാട്ടം അവസാനിക്കുന്നില്ല. കുറ്റക്കാരായിട്ടുള്ള ഏറ്റവും അവസാനത്തെ ആൾക്കെതിരെയും കൃത്യമായ നടപടി എടുക്കുന്നത് വരെ ഈ പോരാട്ടം തുടരും എന്നാണ് അതിജീവിത പറയുന്നത്. ക്യാമറാമാൻ പ്രശോഭനൊപ്പം അനഘ ഹർഷൻ, ജനം.